ഇവിടിപ്പോ ഒരു റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ട് ഇങ്ങനെ ചർച്ച ചെയ്യുന്നു. താങ്കൾ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സിനിമയിൽ ആകപ്പാടെ കുഴപ്പമാണ് എന്ന് നാട്ടുകാരെ ചർച്ച ചെയ്യുന്നതിന് അപ്പുറത്ത് എന്ത് എന്നുള്ളത് വളരെ പ്രസക്തമായ ഒരു കാര്യമല്ലേ? കാരണം ഇപ്പോൾ ഈ വിഷയത്തിൽ ഇപ്പോഴാണ് ഇങ്ങനെ ഒരു നീക്കമെങ്കിലും ഉണ്ടാകുന്നത്. മുൻകാലങ്ങളിലൊക്കെ ഇതൊരു ആചാരം പോലെ നടന്നു വന്നിരുന്ന കാര്യമാണെങ്കിൽ ഇപ്പോൾ WCC പോലെയുള്ള സംഘടനകളുണ്ട്, സിനിമാ മേഖലയിൽ IC-കളുണ്ട്, കംപ്ലൈൻറ്റ് കൊടുക്കാനുള്ള മാർഗങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ട്, കുറെ കൂടി മെച്ചപ്പെട്ടു. പക്ഷേ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുന്നില്ല എങ്കിൽ അതൊരു തരത്തിൽ സംരക്ഷണമായി മാറില്ലേ? തീർച്ചയായിട്ടും കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണമെന്ന് തന്നെയാണ് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ദീദി സംസാരിച്ചത് മുഴുവനും ഞാൻ കേട്ടു. നേരത്തെ ഒരു ചർച്ചയിൽ WCCയെ പ്രതിനിധീകരിച്ചുകൊണ്ട് സജിത മഠത്തിൽ സംസാരിച്ചതും ഞാൻ കേട്ടു. അപ്പോൾ ഇവരെല്ലാവരും പറയുന്നത് നമ്മൾ ഇരയാക്കപ്പെട്ട സ്ത്രീകളുടെ നമ്മളെ പേര് വെളിപ്പെടുത്താൻ പാടില്ല എന്ന് പറയുമ്പോഴും അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് പ്രതികൾ രക്ഷപ്പെട്ടു പോവുകയല്ലേ ചെയ്യുന്നത്. അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. അവരെ പറഞ്ഞ് അവർക്ക് ധൈര്യം കൊടുത്ത് അവരെ കൊണ്ട് പരാതി കൊടുപ്പിക്കാനും പോലീസ് FIR എടുത്ത് കോടതിയിൽ വരുമ്പോൾ ഈ കേസ് അവർ തിരിഞ്ഞു നിന്ന് കഴിഞ്ഞാൽ ഈ കേസ് ഒന്നും അല്ലാതായിപ്പോവും, വാദി പ്രതിയാവുന്ന അവസ്ഥയുണ്ടാവും. അതുതന്നെയാണ് സർക്കാരിനുണ്ട്. ആരും പരാതി കൊടുക്കാൻ തയ്യാറല്ല, എല്ലാവരും പറയാൻ തയ്യാറാണ്, രഹസ്യമായിട്ട് പറയാൻ തയ്യാറാണ്. പക്ഷെ പരസ്യമായിട്ട് ഒരു പരാതിയായിട്ടോ പറയാനോ ആരും തയ്യാറല്ല. അങ്ങനെ വരുമ്പോൾ ഇവർ രക്ഷപ്പെടുകയല്ലേ ചെയ്യുന്നത്, കുറ്റം ചെയ്ത പ്രതികൾ രക്ഷപ്പെടുകയല്ലേ ചെയ്യുന്നത്. അവിടെ ദയവായിട്ട് ഞാൻ റിക്വസ്റ്റ് ചെയ്തത് ഈ പെൺകുട്ടികൾക്ക്, WCCയോടും പെൺകുട്ടികളോടും പറയുന്നത്, നിങ്ങൾ ധൈര്യപൂർവ്വം, അവരുടെ പേരൊന്നും വരില്ലെന്ന് കോടതി തന്നെ പറയുന്നുണ്ടല്ലോ. ഇപ്പോൾ കോടതി പരിശോധിക്കുമ്പോൾ പറയുമല്ലോ ഇത് നിയമപരമായിട്ട് കേസെടുക്കേണ്ട കേസുകളാണ് നടന്നിട്ടുള്ളതെന്ന്. അപ്പോൾ തീർച്ചയായിട്ടും ഈ പ്രതികളെ ഈ കുറ്റം ചെയ്തു എന്ന് പറയുന്നത് അവർ പിന്നെയും ആ സ്ഥാനങ്ങളിലൊക്കെ ഇരിക്കുമ്പോൾ പിന്നെ എങ്ങനെയാണ് ഇവിടെ സുരക്ഷ ഉണ്ടാവുന്നത്? ഇനി വരുന്ന കാലത്തും ഈ സുരക്ഷ ഉണ്ടാവും? മാറ്റം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ കുറ്റം ചെയ്ത പ്രതികളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം. അതിന്റെ നിയമവശങ്ങളൊന്നും എനിക്കറിയില്ല. സഹപ്രവർത്തകരോട് നിങ്ങളെ ആക്രമിച്ച ആളുകളുടെ പേര് ധൈര്യമായി പരാതിപ്പെടൂ, പുറത്തു പറയണ്ട, മറിച്ചൊരു നിയമ സംവിധാനത്തിന് മുൻപിൽ സുരക്ഷ ഉറപ്പാക്കിക്കൊണ്ട് പരാതിപ്പെടൂ എന്ന് ഒരു ഉപദേശം നൽകാനുണ്ടോ? ഉണ്ട്. ഞാൻ അവരോട് അതാ പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പ്രിയപ്പെട്ട കൂട്ടുകാരികളെ, നിങ്ങൾ ധൈര്യപൂർവ്വം പരാതി കൊടുത്തു ഈ കേസുമായിട്ട് മുൻപോട്ട് പോകും. അപ്പോഴേ നമുക്കിതിനൊരു അന്ത്യം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇനിയുള്ള കാലത്തെങ്കിലും സ്ത്രീകൾക്ക് ഇവിടെ സുരക്ഷിതരായി മാന്യമായിട്ട് ജോലി ചെയ്യണം. ഇത്തരം കാര്യങ്ങളൊന്നും നടക്കാതിരിക്കണം, ചൂഷണങ്ങൾ നടക്കാതിരിക്കണമെങ്കിൽ തെറ്റ് ചെയ്തവർ ശിക്ഷ വാങ്ങിക്കണം. പുറത്ത് അവരെ പൊതുസമൂഹത്തിന് മുമ്പിൽ ഇവരൊക്കെയാണ് ഇത്രയും കാലം ഇവിടെ ഓരോ കാര്യങ്ങൾ തെറ്റ്, ഇവിടെ സ്ത്രീകളെ ആണെങ്കിലും, സ്ത്രീകളെ മാത്രമല്ല, ഈ ഒതുക്കൽ എന്ന് പറയുന്നത് അവർക്ക് ഇഷ്ടപ്പെടാത്ത പുരുഷന്മാരെയും ചെയ്യാറുണ്ട്. പുരുഷന്മാരോടും അവർക്കിഷ്ടമില്ലാത്ത പകയുള്ള പുരുഷന്മാരെയും ചെയ്യാറുണ്ട്. ഈ ഇൻഡസ്ട്രി ആര് വാഴണം ആര് വീഴണം എന്ന് തീരുമാനിക്കുന്ന കുറേ ആൾക്കാർ. അപ്പോൾ അവരെയൊക്കെ പുറത്ത് കൊണ്ടുവരണ്ടേ? ഇതിനൊരു അറുതി വരുത്തണ്ടേ? അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പോലും ഇപ്പോൾ തുറന്നു പറയുന്നത്. ഇനി വരാൻ പോകുന്ന എൻ്റെ സഹോദരിമാർക്ക് വേണ്ടിയിട്ടാണ്. ഇവിടെ ഈ ഇൻഡസ്ട്രിയിൽ ജീവിക്കേണ്ട, ഇതൊരു ഉപജീവന മാർഗം കൂടെയാണ് പലർക്കും. അപ്പം നമ്മളൊക്കെ ഒതുക്കലിലൂടെ അനുഭവിച്ചതുപോലെ ഇനി ആരും അനുഭവിക്കാൻ ഇടയുണ്ടാവരുത്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇപ്പോൾ ഞാൻ വീണ്ടും സജീവമായിട്ട് 2-3 സിനിമകളിലും സീരിയലിലും ഒക്കെ അഭിനയിക്കുന്നുണ്ട്. ഇനി ഞാനിതൊക്കെ തുറന്നുകൊണ്ട് എനിക്കെതിരെ എന്തൊക്കെ വരുമെന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്കതിലൊന്നും ഒരു ഭയവുമില്ല. തീർച്ചയായും അത് വളരെ സ്വാഗതാർഹമായ ഒരു കാര്യമാണ്. നന്ദി സംസാരിച്ചത്.